നമുക്കിന്നൊരു നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലോ? അതിന് നാടൻ കോഴി ഒരു 1.25 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വൃത്തിയാക്കിയെടുത്തു. കഴുകി വൃത്തിയാക്കിയെടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു. പണ്ട് നമ്മൾ വറുത്തരയ്ക്കുമല്ലേ മുളകും മല്ലിയും, അതിന് പകരം നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുത്തു. കുക്കറിനകത്തേക്ക് ചിക്കൻ കഴുകി വെച്ചത് എടുത്തു. അതിനുശേഷം ഉപ്പിട്ടു. നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിനകത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണ്ടേ. സബോള, ഉള്ളി, ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് താളിക്കാനുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതിപ്പം ഈ കുക്കറിനകത്തേക്ക് ഇടും. പിന്നെ കറി ലീവ്സ് ഒരെണ്ണം ഇട്ടു, മഞ്ഞൾ പൊടി ഇട്ടു. ഞാൻ ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഒക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. സബോള ചേർത്തു, പച്ചമുളക്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് എല്ലാം ഇട്ട് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി അല്പം സബോളയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നമുക്കങ്ങ് കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. പിന്നെ പെരിഞ്ജീരകം ഞാൻ തന്നെ ഇത് പൊടിച്ചെടുത്തതാണ്. വേറെ നമ്മൾ ചിക്കൻ മസാല പൗഡറൊന്നും നമ്മളിതിന് ചേർക്കുന്നില്ല. നാടൻ കോഴിക്ക് അത് ചേർക്കണ്ട. ഇത് പണ്ട് നമ്മൾ കറി വയ്ക്കുന്നത് ഇങ്ങനെയല്ലേ, മുളകും മല്ലിയും വറുത്തരച്ച് പെരിഞ്ജീരകം, ആ ഒരു ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. നല്ല രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ബ്രോയിലർ കോഴിയെ കഴിഞ്ഞ് കുറച്ചൊരു വേവുള്ളത് കൊണ്ട് ഒരു 4 വിസിൽ. ഇപ്പം ചിക്കൻ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനി താളിക്കാൻ ആവശ്യമായത് ചട്ടി എടുത്ത് വെച്ചു, കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ. വറ്റൽമുളക്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില ഇടുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നേരത്തെ ഞാൻ പറഞ്ഞില്ല അരിഞ്ഞ് വെച്ചതാണ്, അതും ചേർത്ത് കൊടുത്തു. കറിയാണ് വേവിച്ച് വെച്ച കറി ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാവരുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കറി ഒന്ന് ഇളക്കി ചാറ് കുറുകുന്നിടം വരെ ഒന്ന് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചികരമായ നാടൻ കോഴിക്കറിയാണ്.